ഹലോ, കിരൺ സ്പീക്കിംഗ്. ഞാനാ ശ്രുതി. ശ്രുതിയോ? വാട്ട് എ സർപ്രൈസ്. എന്നെ മറന്നു കാണുന്നു ഞാൻ വിചാരിച്ചേ. പിരിയുമ്പോ എന്നോട് അത്രയ്ക്ക് വെറുപ്പായിരുന്നല്ലോ. ഏതായാലും വിളിച്ചതിൽ സന്തോഷം. നീ എന്നെ എല്ലാ രീതിയിലും ചതിക്കായിരുന്നല്ലേ? അല്ല, ശ്രുതിയോടുള്ള ഇഷ്ടം കൂടിപ്പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേ. പക്ഷേ ശ്രുതി അതിനെ കണ്ടത് വേറെ രീതിയിലാ. ഇതന്നെയല്ലേ നീ മറ്റു പെമ്പിളാരോടും പറഞ്ഞത്? എത്ര വേണമെങ്കിലും പരിഹസിച്ചോ, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. ഇപ്പൊ നിനക്ക് 50 ലക്ഷം വേണമല്ലേ? 50 ലക്ഷം? എനിക്ക് മനസ്സിലായില്ല. അഭിനയം വേണ്ട, നിന്റെ വീട്ടിൽ വെച്ച് നടന്നു നോക്കെ. നീ അറിയാതാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? കാര്യമായിട്ട് പറയാ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് നടന്നോക്കെ ഒരു ഷൺമോഹന്റെ കയ്യിൽ എങ്ങനെ എത്തിയേ? ഷൺമുഖനോ? അങ്ങനെ ഒരാളെ എനിക്കറിയില്ലല്ലോ. നീ എന്താ സംഭവിച്ചെന്ന് പറ. അവന്റെ കയ്യിൽ എന്റെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ അവൻ എന്റെ ഭർത്താവിനെ അറിയിക്കും, നെറ്റിലൂടും. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അവൻ എങ്ങനെയോ റെക്കോർഡ് ചെയ്താ? എനിക്ക് തല ചുറ്റുന്നു. പാനിക് ആവല്ലേ? എന്താ വേണ്ടത് നമുക്ക് ആലോചിച്ച് ചെയ്യാം. പോലീസിനെ അറിയിച്ചാലോ? അത് വേണ്ട, പോലീസിനെ അറിയിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഭർത്താവിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? പണ്ട് ഞാൻ എല്ലാം പറയാൻ ഒരുങ്ങിയത്, പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. എല്ലാം മറന്നിട്ട് ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങിയത്. ഇനിയൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് വൈകിപ്പോയി. ശരിയാ, എത്ര സ്നേഹമുള്ള ഭർത്താവാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടാൽ ഭാര്യയോടുള്ള സ്നേഹത്തിന് മാറ്റം വരും. ഒരു കാരണവശാലും നിന്റെ കുടുംബജീവിതം തകരാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഒരിക്കൽ നിന്നോടൊരു തെറ്റ് ചെയ്തു, അതിന് പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും എന്നെ അനുവദിക്കേ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്തരം സിറ്റുവേഷനിൽ പ്രാക്ടിക്കലായി വേണം നമ്മൾ ചിന്തിക്കാൻ. അവൻ പറഞ്ഞ പോലെ രൂപ കൊടുത്ത് നമുക്ക് സെറ്റിൽ ചെയ്താലോ? എൻ്റെ കയ്യിൽ 50 ലക്ഷം ഒന്നുമില്ല, എല്ലാം പപ്പയുടെ കയ്യിലല്ലേ. നിന്റെ കയ്യിൽ ഇപ്പം എത്രയുണ്ട്? 5 ലക്ഷം. അതും എൻ്റെ കയ്യിലില്ല, ബാങ്കില. നീ ഒരു കാര്യം ചെയ്യ്, ബാങ്കിൽ ചെന്നാൽ 5 ലക്ഷം എടുക്ക്. എന്നിട്ട് ബാക്കി കാശ് കൊടുക്കാൻ നമുക്കൊരു അവധി ചോദിക്കാം. അവനോട് ഞാൻ സംസാരിക്കാം. നീ ആ നമ്പർ തന്നേക്ക്. വേണ്ട, ആരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എനിക്ക് വിട്ടേര്. ഇത്തരം ആളുകളെ ഡീൽ ചെയ്യാൻ എനിക്കറിയാം. നീ രൂപ എടുത്ത് എന്നെ ഏൽപ്പിച്ചാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇവിടെയും കൂടി ഉറപ്പ് വേണം. താങ്ക് യു. വെൽക്കം. കാർത്തിക, സർ, ഒന്നിങ്ങോട്ട് വരൂ. ആ, ഇരിക്കി. കാർത്തിക, ആ പോയതല്ലേ ജോൺ സാമുലിൻ്റെ മോള്? അതെ സർ. കാർത്തിക ബാങ്കിങ് ഇതുവരെ പഠിച്ചില്ലേ? ആ കുട്ടി ഫിക്സഡ് ഡെപ്പോസിറ്റ് മുഴുവൻ പിൻവലിച്ചു. എന്തിനാന്ന് ചോദിച്ചില്ലേ? അത് സാമുൽ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയായതുകൊണ്ടാണ് ഞാൻ. ആരായാലും ശരി, ബാങ്കിലിട്ട് രൂപ തിരിച്ചു കൊടുക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ലോൺ എടുപ്പിക്കാൻ നോക്കണം. എന്നാലല്ലേ കാർത്തിക ബാങ്കിന് ലാഭമുള്ളൂ. സോറി സർ. ഡോണ്ട് വറി, ഐ വിൽ മാനേജ് ഇറ്റ്. താങ്ക് യു സർ.